ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കുറ്റിപ്പുറം മലബാറിനെയും പഴയ തിരുവിതാംകൂർ കൊച്ചി മേഖലകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന കവാടമാണ്. പ്രകൃതി ഭംഗിയും സാഹിത്യപരമായ പ്രാധാന്യവും ഈ പ്രദേശത്തെ ശ്രദ്ധേയമാക്കുന്നു. 1953 നിർമ്മിക്കപ്പെട്ട കുറ്റിപ്പുറം പാലം കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട നിർമ്മിതികളിൽ ഒന്നാണ്. പ്രശസ്ത കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുറ്റിപ്പുറം പാലം എന്ന കവിത ഈ പ്രദേശത്തെ ലോക പ്രശസ്തമാക്കി. മധ്യകാലഘട്ടത്തിൽ സാമൂതിരിയുടെ ഭരണത്തിന് കീഴിലായിരുന്ന കുറ്റിപ്പുറം ചരിത്രപ്രധാനമായ മാമാങ്കം നടന്നിരുന്ന തിരുനാവായയ്ക്ക് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറത്തിൻ്റെ സാംസ്കാരികവും വ്യാവസായികവുമായ പുരോഗതിയിൽ കുറ്റിപ്പുറം വഹിച്ച പങ്ക് വളരെ വലുതാണ്. മലപ്പുറം ജില്ലയിലെ പ്രധാന ഭരണനിർവഹണ കേന്ദ്രങ്ങളിലൊന്നാണ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത്. 1962 ജനുവരി 1 കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്നത്. അന്നത്തെ EMS സർക്കാരിൻ്റെ പഞ്ചായത്ത് ആക്ട് പ്രകാരമാണ് വികേന്ദ്രീകൃത ഭരണത്തിൻ്റെ ഭാഗമായി ഇത് സ്ഥാപിതമായത്. തിരൂർ താലൂക്കിലെ കുറ്റിപ്പുറം ഫിർക്ക കേന്ദ്രീകരിച്ചാണ് ഇത് രൂപീകരിച്ചത്. 1972 ഏപ്രിൽ 1 ഈ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. സാധാരണ കുടുംബങ്ങളിൽ സാമ്പത്തികശീലം വളർത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. തദ്ദേശീയരായ സ്ത്രീകൾക്ക് മാത്രമേ ഈ ഏജൻസി എടുക്കാൻ അനുവാദമുള്ളൂ. ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറുടെയും ജില്ലാ കളക്ടറുടെയും ശുപാർശയോടെയാണ് ഇവരെ നിയമിക്കുന്നത്. കുറ്റിപ്പുറം പോലെയുള്ള ഗ്രാമീണ മേഖലകളിൽ സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും സാധാരണക്കാർക്ക് ബാങ്കിംഗ് സൗകര്യങ്ങൾ വീട്ടുപടിക്കൽ ലഭിക്കാനും ഈ ഏജന്റുമാർ വലിയ പങ്കുവഹിക്കുന്നു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ MPKBY അതായത് മഹിളാ പ്രധാൻ ക്ഷേത്രീയ ബച്ചത് യോജന പദ്ധതി വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ ഇത്രയും മാസത്തെ പരിചയം കൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, വളരെ നല്ല ആളുകളെ ഇടപെടാനും ആളുകളോട് പെരുമാറാനും ഒക്കെ നല്ല സ്വഭാവം, നല്ല പെരുമാറ്റമുള്ള ആളുകളായിട്ട്, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നല്ല കളക്ഷനും നല്ല ബിസിനസ്സും ഒക്കെ ഉണ്ടാക്കാനും സാധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങളിപ്പോൾ ഓരോരുത്തരും സ്വയം പര്യാപ്തരാണ്, സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തരായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. 1980 എന്നെ അപ്പോയിന്റ് ചെയ്തത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരമാണ് എന്നെ ഈ ഇതിലേക്ക് ആക്കിയിരിക്കുന്നത്. ആദ്യ ഏജൻസി എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. അന്ന് മുതലൊക്കെ ഇന്ന് വരെയും അപ്പം അങ്ങനത്തെ ഒരു കാലത്താണ് ഞാനൊക്കെ വർക്ക് ചെയ്തത്. എന്നാലും ശരി, എന്നിപ്പോൾ 5 പേർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊന്നും പെൻഷനായിട്ടുള്ള ആൾക്കാരെ. പക്ഷെ എന്നാലും ശരി, ഞങ്ങൾ നല്ലോണം ഞാൻ ഗോവയിൽ പോയിട്ട് അവാർഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ കൊല്ലം ഡിവിഷണൽ അവാർഡും ബ്ലോക്ക് അവാർഡും ജില്ലാ അവാർഡുകളും എല്ലാ മന്ത്രിമാരെടുത്തുനിന്നും, എല്ലാ ധനകാര്യ മന്ത്രിമാരെടുത്തുനിന്നും, എല്ലാ കളക്ടർമാരെടുത്തുനിന്നും. എൻ്റെ പേര് വസന്തകുമാരി എന്നാണ്. ഞാൻ കുറ്റിപ്പുറം ബ്ലോക്കിലെ MPKBY ഏജന്റാണ്. 1991 മാർച്ച് 22 ഞാൻ ഏജൻസി എടുത്തത്. ഇന്ന് 35 വർഷമായി ഏജന്റായിട്ട്. പിന്നെ പോസ്റ്റ് ഓഫീസിലായാലും നല്ല സഹകരണമാണ്. ഇന്ന് കുറ്റിപ്പുറം ബ്ലോക്കിലെ കൂടുതൽ കളക്ഷനുള്ള ഏജന്റാണ് ഞാൻ. മുന്നോട്ട് കൊണ്ടുപോവാം. ഞാൻ ഈ ഏജൻസിക്ക് വരുമ്പോൾ കൂടുതലൊന്നും വലിയ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഏജൻസി കിട്ടിയതിന് ശേഷം ഇതിൽ നിന്നുണ്ടായതായിരുന്നെങ്കിൽ എനിക്ക് 2 കുട്ടികളാണ്. 2 പേരും അധ്യാപകരാണ്. നല്ല രീതിയിലാണ് ജോലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈശ്വരൻ എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും തരട്ടെന്ന് പ്രാർത്ഥനയുള്ളൂ. ബ്ലോക്കിലെ ആദ്യ ഏജന്റാണ്. പോസ്റ്റ് ഓഫീസ് കുറ്റിപ്പുറമാണ്. 1989 എനിക്ക് ജോലി കിട്ടിയത്. 37 വർഷമായി. തെറ്റില്ലാത്ത നല്ല കളക്ഷൻ ഉണ്ട്. പോസ്റ്റ് ഓഫീസിൽ നിന്നും ഒക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എന്നെ സഹായിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകുന്നു. നമ്മളോട് നന്നായിട്ടുള്ള ഈ ഒരു നമ്മളോടുള്ള സഹകരണം കൊണ്ടാണ് നമ്മൾ ഈ നിലയ്ക്ക് ആയിരിക്കുന്നത്. ഇത് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതള കൂടിയിട്ട് ഗൗരിയിൽ കൂടിയിട്ട് ആരുടെയും കൂടിയിട്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. നല്ല ഇതാണ്, നല്ല അഭിപ്രായമാണ്.
നല്ല സഹായമുണ്ട് ഞങ്ങൾക്ക്. കല്യാണത്തിനായിട്ടും പ്രസവത്തിനായിട്ടും വീട് പണിക്കായിട്ടൊക്കെ ഞങ്ങൾക്ക് സഹായമുണ്ട്. അതുകൊണ്ട് നല്ല അഭിപ്രായമാണ് ഞങ്ങളതിൽ. ഇനിയും ഞാൻ 15 കൊല്ലമായി കൂടിയിട്ട് ചെറിയ എമൗണ്ടിലാണ് കൂടിയിട്ടുള്ളത്. ചെറുതായാലും ഞങ്ങൾക്കത് പല തവണയായിട്ട് കൂടിയിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. എൻ്റെ പേര് റീന. ഞാൻ വർഷങ്ങളായിട്ട് പ്രേമള ചേച്ചിയുടെ ആർ.ഡി തുടർന്നിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ആർ.ഡി കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടായി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, വീട് പണിയുടെ കാര്യത്തിന്, വാഹനം എടുക്കാന്, പിന്നെ കല്യാണ ആവശ്യങ്ങൾക്ക്, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ആർ.ഡി കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആർ.ഡിയിൽ തുടരുന്നു. താങ്ക് യു പ്രേമള ചേച്ചി. ഷീജ, ഇരിങ്ങാണ് വീട്. ഞാൻ എമ്മയുടെ ആർ.ഡി ചേർന്ന് കുറെ കാലങ്ങളായി, കുറെ വർഷങ്ങളായി. 3-4 പ്രാവശ്യം ഒന്ന് കഴിയുമ്പോ ഒന്ന് കിട്ടുമ്പോ വർഷങ്ങളായിട്ട് എങ്ങനെ പരിചയമുണ്ട്. നല്ല ഉപകാരം. എനിക്ക് എപ്പോഴും ഇതിന്റെ ആവശ്യങ്ങൾ വരാറുണ്ട്. ഷോർട്ട് ടേം തന്നെ ആയോണ്ട് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം, എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോ പെട്ടെന്ന് ഓർമ്മ ഒരു ആർ.ഡി എടുക്കാനോ എന്നുണ്ട്. അതെപ്പോഴും ഉപകാരപ്പെടാറുണ്ട്. എന്തായാലും നല്ലൊരു തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ചെറിയ പൈസയാണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഒരു സേവിങ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആദ്യം ഞാൻ എപ്പോഴും ഒന്ന് കഴിയുമ്പോഴേക്ക് അടുത്ത് ചേരാറുണ്ട്. ഇതുവരെ എനിക്കൊക്കെ നല്ല പോസിറ്റീവായി തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട്. പേര് നളിനി. ഞാൻ കുറെ കാലമായി ഇതിൽ ആർ.ഡിയിൽ ചേർന്നിട്ട്. അതുകൊണ്ട് എനിക്ക് ഒരു 8-10 കൊല്ലമായതുകൊണ്ട് മക്കളുടെ കല്യാണം കഴിഞ്ഞു, പിന്നെ വീട് പണിക്ക് എടുത്തു. അതുകൊണ്ട് ഇത് നല്ലൊരു ഇതായിട്ടാണ്. ഇനിയും കൂടാൻ തോന്നുന്നു. കയ്യിൽ പൈസ ഇരുന്ന ഇതാവുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആർ.ഡിയിൽ കൂടി നല്ലതായിട്ട് വരുന്നുണ്ട്. എൻ്റെ പേര് അജയ് എന്നാണ്. ഞാൻ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റാണ്. നമ്മുടെ ഓഫീസിൽ ദേശീയ സമ്പാദ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 17 ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട്. അവർ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത്. നാടിനും സമൂഹത്തിനും ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഏജന്റുമാർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവങ്ങളും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് വേണ്ടി നൽകുകയാണെന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആർ.ഡി റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അത് എങ്ങനെ വെച്ചാൽ 5 വർഷത്തിനുള്ള സ്കീമാണ്. 5 വർഷത്തിന് നമ്മൾ ഇപ്പൊ മാസം 1000 രൂപ വെച്ചിട്ട് അടയ്ക്കുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ 71,366 രൂപയെ തിരിച്ചെടുക്കും. എന്റെ പേര് ചന്ദ്രിക. ഇരുമ്പിളിയത്താണ് വീട്. ഏജൻസിക്ക് 1979 കുറ്റിപ്പുറം ബ്ലോക്കിലാണ് ഏജന്റായി വർക്ക് തുടങ്ങിയത്. അത് ഇപ്പൊ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കാരണം കൊണ്ട് 2024 ഞാൻ ഏജൻസി ക്യാൻസലാക്കി. ഒരു 34 വർഷമായി ജോലി ചെയ്തു. 34 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. 2 വർഷം എനിക്ക് വയ്യാതെ കഴിയുമ്പോ ക്യാൻസലാക്കി ഏജൻസി. നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങള്, ഈ ഏജൻസി മൂലം ഉണ്ടായ നേട്ടങ്ങള്, അതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റും? ഏജൻസി മൂലം എനിക്ക് വളരെയധികം ഗുണേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുട്ടികളെ അച്ഛനും കൂടി മക്കളെയൊക്കെ വളർത്തി വേണ്ടത് ജോലിയും കാര്യങ്ങളൊക്കെ ആക്കി. മോള് ടീച്ചറായി. മോൻ ഗൾഫിലേക്ക് പറഞ്ഞയച്ചു. അവിടെ കുറച്ച് നിന്നിട്ട് പിന്നെ മോൻ നാട്ടിലേക്ക് സെറ്റിലായി. കുഴപ്പമൊന്നുമില്ല. സ്ഥലം വാങ്ങി. ഇപ്പൊ വീട് ഇരിക്കുന്ന സ്ഥലം വാങ്ങി. ഞാൻ എനിക്ക് തന്നെ കിട്ടിയ പൈസയാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. പിന്നെ ആൾക്കാര് നമ്മള് ഏജന്റായിട്ട് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അവരുടെ പൈസ അവർക്ക് വിഡ്രോൾ ചെയ്തുകൊണ്ട് അധികം കൊണ്ട് കൊടുക്കായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അപ്പൊ പ്രോസസ്സിൽ പോയി കൊണ്ട് തുടങ്ങി. അന്നൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നിങ്ങൾ കൊണ്ടുവന്ന് അവരുടെ പൈസ കൊണ്ടാണ് മതിൽ കെട്ടിയത്, വീട് അതിലേക്ക് ചേർത്തതൊക്കെ ആ പൈസ കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അധികാരത്തിൽ അങ്ങനെ പറയാറുണ്ട്. വീട് വെക്കാനും ഒക്കെ കൂട്ടിയമ്മ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ചെയ്യുമ്പോൾ അവര് ഭയങ്കര സന്തോഷമായിട്ട് അവരും പറയാം. നമുക്ക് കേൾക്കുന്നത് ഭയങ്കര സന്തോഷം.
പേര് ദേവയാനി, വയസ്സ് 72, തൊഴുവാനൂര്, ഞങ്ങളുടെ സ്ഥലം തൊഴുവാനൂര്, പടിഞ്ഞാക്കര എന്ന് പറഞ്ഞു. എപ്പോഴാണ് ജോയിൻ ചെയ്തതിലേക്ക് എത്തിപ്പെട്ടത്? 1988 നവംബറിലാണ് ഏജൻസി. പിന്നെ നിർത്തിയത് 2022 മെയ്യില് നിർത്തി. എത്ര കാലം സർവീസ് ചെയ്തിട്ടുണ്ടാവും? 34 വർഷം സർവീസ്. ഈ 34 വർഷത്തെ ഒരു അനുഭവം ഒന്ന് പറയാ കുറച്ച് ചെറുതായിട്ട്. 34 വർഷത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ നല്ല അനുഭവം ചീത്ത അനുഭവം ഒക്കെ കുറെ ഉണ്ട്, ഒന്നും പറയണ്ട. പിന്നെ നടത്തല്ലേ, അപ്പൊ നല്ല ആരോഗ്യമുള്ള കാലത്താണ് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് വയ്യാണ്ട് ഏതൊക്കെ നടക്കും ബുദ്ധിമുട്ടാണ്. അന്നൊന്നും ഇങ്ങനെ ഓട്ടോറിക്ഷയും ഇങ്ങനെ വാഹന സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. നടന്നിട്ട് തന്നെ എല്ലായിടത്തും എത്തണം. അങ്ങനെ തിരിച്ച് കാര്യം ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറയാൻ പറ്റില്ല. കുറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മക്കളൊരു വലിയ കുഴപ്പമില്ലാത്തൊരു വഴിയിലെത്തി. പിന്നെ വീടൊക്കെ ചെറിയ വീടായിരുന്നു, അതൊക്കെ വെച്ച് രണ്ടാമത് വീടേക്ക് 2 മക്കളെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. എന്റെയൊക്കെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ചെലവ് കഴിഞ്ഞു പോയിരുന്നു. നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുറേശ്ശൊക്കെ ആഭരണങ്ങൾ കുട്ടികൾക്കും എല്ലാവർക്കും വാങ്ങി. കൂട്ടത്തിന് ഞാനും വാങ്ങി. ഹോസ്റ്റൽസിൽ ആദ്യം കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ പോരുന്നവരെന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സ്വന്തം ഹോസ്റ്റൽസ് തന്നെ പറയേണ്ടി പ്രശ്നങ്ങൾ പോകണം. എന്നാലും വേണ്ടിയില്ല, 8 ബസ്സായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല അവരുടെ അടുത്തു നിന്നൊക്കെ നല്ല പെരുമാറ്റം തന്നെയായിരുന്നു. കുഴപ്പമൊന്നും പറഞ്ഞില്ല. നമുക്കും നല്ലതാണ്, ഏജന്റുമാർക്കും നല്ലതാണ് ഒരു തൊഴിലെന്നുള്ള പോലെ. നമുക്ക് നമ്മളെ കുടുംബം പുലർത്താൻ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ നല്ല കാര്യമാണ്. പിന്നെ ആൾക്കാർക്കും നല്ലതാണ്, കാരണം അവരുടെ കയ്യിൽ കാശിരിക്കും. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ ഒരു 10,000 ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷത്തിനും കൂടി ഉണ്ടാവില്ല. അത് ഏൽക്കൂടെയൊക്കെയോ പോവും. ഇതിപ്പോ അവരോട് പറഞ്ഞാൽ അവര് ശരിയാണെന്ന് പറഞ്ഞാൽ അവര് ചേർന്ന് അവർക്ക് അതൊരു ബെനിഫിറ്റാണ്. നമുക്ക് അതിന്റെ കമ്മീഷനും കിട്ടും. നമുക്ക് നല്ലതാണ്, അവർക്കും നല്ലതാണ്. നല്ല അഭിപ്രായം തന്നെ, ചീത്ത അഭിപ്രായം.